അടുത്ത തിരിവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലാനുകളെല്ലാം വഴിതിരിഞ്ഞും മാറാം. ഇത് രണ്ട് രൂപം നടക്കണം. ഒന്ന്, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട, എവിടെ പോകണം പോകണ്ട എന്നുള്ള പ്ലാൻ കൃത്യമായി സ്ക്രിപ്റ്റ് പടച്ചോ റെഡിയാക്കിയിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് വിട്ടുവന്നു ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ പ്ലാന് യോജിച്ച സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളെ പ്ലാൻ യോജിക്കണുണ്ടാവും, യോജിക്കാത്തുണ്ടാവും. അതെ, തീർച്ചയായും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു സൈനിക സേവനം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ അവരുടെ ലീവ് സാധാരണ ലീവ് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ആ ക്യാമ്പിൽ, ആ യൂണിറ്റ് എന്നാ പറയുക, ആ യൂണിറ്റിൽ എൻ്റെ അനിയൻ ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ ഒരു സംഭവമല്ല, പക്ഷേ അതുകൊണ്ട് എനിക്ക് ആ വിഷയം അറിയുന്നതുകൊണ്ട് വേറൊരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. കണക്ട് ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ അവരുടെ യൂണിറ്റിലെ ഓഫീസർ ലീവ് കൊടുത്ത് യൂണിറ്റിലുള്ള ആളുകളുടെ എണ്ണം പോയ ആൾക്കാർ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ലീവ് ഉണ്ടെങ്കിലും അവർക്ക് ലീവ് അനുവദിക്കുന്നത്. അങ്ങനെ ലീവൊക്കെ അനുവദിച്ച് ലീവിന് വന്ന ഒരു സൈനികൻ, നാട്ടിലേക്ക് വന്നൊരു സൈനികൻ അങ്ങനെ നാട്ടിലേക്ക് എത്തി. പിന്നീട് എന്ത് ചെയ്യാണ്, അവൻ്റെ അവധി, ആ ഒരു അനുവദിച്ച അവധി തീരുന്നതിന് മുമ്പ് അവിടെ ഒരു സ്വാതന്ത്ര്യദിന പരേഡോ റിപ്പബ്ലിക് ദിന പരേഡോ അവിടെ വരികയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ്, അത് യൂണിറ്റിൽ വെച്ചല്ല അല്ല നടക്കുന്നത്, ന്യൂഡൽഹി വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അത് നടക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ലീവ് കഴിയുന്നതിന് മുമ്പേ അയാളെ അവിടേക്ക് തിരിച്ചു വിളിക്കുകയാണ്. പക്ഷേ നാട്ടിൽ വന്ന് കുറേ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. മക്കളും മോളും മോനൊക്കെ ഒരു പാർക്കിലേക്ക് ഒന്ന് ഉല്ലസിക്കാൻ, ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം, വാപ്പൻ്റെ കൂടെ കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ എന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സന്ദർശിച്ച് ഒന്ന് ഒത്തുകൂടാന്നൊക്കെ ആ കുറഞ്ഞ ദിവസങ്ങൾ വരുമ്പോൾ അങ്ങനെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു, സംസാരിച്ച് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പരേഡിൻ്റെ സമയമായി തിരിച്ചു ചെല്ലണം എന്നുള്ള ഒരു വിളി, കൽപ്പന വരുന്നത്. അങ്ങനെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോയ ശേഷം ആ സൈനികൻ ആ ഒരു വിഷയത്തെ, അയാൾ കുറച്ച് അവിടെ അവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു പോയല്ലോ, അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു മാനസികമായ ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും കുടുംബത്തോടൊപ്പം കഴിച്ചു കൂട്ടാനുള്ള സമയം കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ആ ഒരു പ്രയാസത്തെ അദ്ദേഹം പിന്നീട് വേറൊരു സംഭവം പറഞ്ഞ് അതിൽ സമാശ്വാസം കണ്ടെത്തുന്നതാണ്. അതിങ്ങനെയാണ്, ഒരു സമർപ്പണ കത്താണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് അനുവദിച്ച അവധിയിൽ നിന്ന് പൂർണ്ണമായും ദിവസം കിട്ടാതെ അല്പം മുമ്പ് ഞാൻ തിരിച്ച് അവിടേക്ക് പോകേണ്ടി വന്നു, പരേഡ് ഉണ്ടായതുകൊണ്ട് പങ്കെടുക്കേണ്ടി വന്നു. അവിടെ ഒരുപാട് പരേഡ് മാത്രമല്ല, സൈനിക് എക്സ്പോ, അവരുടെ ആയുധങ്ങളുടെ ഒരു എക്സിബിഷൻ, പല പ്രോഗ്രാമും നടക്കുന്നുണ്ട്, പല സംസ്ഥാനത്തുള്ള ആളുകളുടെ കലാരൂപങ്ങളുടെ അവതരണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനതിന് പോകേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, ഒരുപാട് രക്തസാക്ഷിത്വം വഹിച്ച, രക്തസാക്ഷികളായ, ജീവൻ ഹനിക്കേണ്ടി വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചല്ലോ, അതൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല. അതാലോചിക്കുമ്പോൾ എൻ്റെ ഈ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല, വളരെ ലഘുവായതാണ്, വളരെ സിമ്പിളായതാണ്. ഞാനിപ്പോഴും എൻ്റെ ഒരു ജീവിതം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രശ്നത്തെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം ഇതിൽ സമാധാനം കണ്ടെത്തുന്നുണ്ട് ഇത് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമർപ്പണ കത്ത് വായിച്ചു. ആ കത്തിൻ്റെ ഒരു ആശയമാണ് ഇവിടെ പങ്കുവച്ചത്. ഇതിൽ നിന്ന് പല കോണിലേക്കും എന്ത് ചെയ്യാം, നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സലാം സാർ ഈ ഒരു സംഗതി കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പലതും നമ്മുടെ ശ്രോതാക്കൾക്കുമൊക്കെ പങ്കുവെക്കാവുന്നതാണ്. അല്ല, ഞാൻ കുറേ നമുക്ക് പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു അടിവരായിട്ട് സാർ എന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, തിരിച്ചു ഇനി വരാലോ, അടുത്തൊരു അവസരത്തിലേക്ക് കാത്തിരിക്കാമല്ലോ. പിന്നെയുള്ളത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി സൈനികനല്ല, പ്രവാസിൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി നാട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നൊന്നും എല്ലാം അതുപോലെ നടപ്പിലാവില്ലല്ലോ. യെസ്. മാത്രം എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയതേ, ഈ ഒരു സംഗതി പറഞ്ഞത് ഈ സംഭവമാണെങ്കിലും എനിക്കിതിൽ പെട്ടെന്ന് ലിങ്ക് ചെയ്തത് ഇങ്ങനെയാണ്. അതായത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന എല്ലാവർക്കും എത്ര പ്രമാണിയായാലും പല പ്രയാസങ്ങളും ഉണ്ട്. പരീക്ഷണങ്ങളാണല്ലോ ദുനിയാവിലെ ജീവിതം, പരീക്ഷണങ്ങളുണ്ട്, ഇല്ലാത്തവരില്ല. അപ്പോൾ ആ പരീക്ഷണങ്ങളുള്ള ആൾ അയാളേക്കാൾ കൂടുതൽ പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളിലേക്ക് നോക്കിയാൽ
അയാൾക്ക് സമാധാനം കണ്ടെത്താം എന്നുള്ള വലിയൊരു പാഠമാണ് എനിക്ക് പങ്കുവെക്കാനായി തോന്നിയിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുന്നത്. അത് തന്നെയാണ്. പിന്നെ ലൈഫ് പിന്നെ ഒരിക്കലും ഒരു കാര്യത്തിൽ അനിശ്ചിതമാണ്. യെസ്, അൺസെർട്ടനിറ്റി എന്ന് പറയും. അതെ അതെ, അനിശ്ചിതാവസ്ഥകളുടെ കുറേ ഒരു 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 ചെയിൻ. എന്താ പറയുക, ഒരു ചെയിനാണ് ലൈഫ്. അടുത്ത തിരിവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലാനുകളെല്ലാം വഴിതിരിഞ്ഞും മാറാം. ഇത് രണ്ട് രൂപം നടക്കണം. ഒന്ന്, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട, എവിടെ പോകണം പോകണ്ട എന്നുള്ള പ്ലാൻ കൃത്യമായി സ്ക്രിപ്റ്റ് പടച്ചോ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് വിട്ടുവന്നു ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ പ്ലാന് യോജിച്ച സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളെ പ്ലാൻ യോജിക്കണുണ്ടാവും, യോജിക്കാത്തുണ്ടാവും. അതെ, തീർച്ചയായും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് പടച്ചോൻ വിധിച്ചിട്ടില്ല, അതിനനുസരിച്ച് പോയിട്ടില്ല. അതല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയത് വേറെ പലതും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ തടഞ്ഞു വെച്ചത്. അതാണ് വിശ്വാസിയുടെ, അതാണ് അള്ളാഹുവിൽ വിശ്വാസമുള്ള തവക്കുലോട് കൂടി ജീവിക്കുന്ന വിശ്വാസിയുടെ ചിന്ത ഈ നിലക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കടുത്ത നിരാശ വരും ആളുകൾക്ക് എപ്പോഴും. തീർച്ചയായും. ഇതിപ്പോൾ ചെറിയൊരു കാര്യം, പക്ഷെ വലിയ വലിയ കാര്യങ്ങളുടെ വിഷയത്തിൽ ഇതുപോലെ ഒരു സ്റ്റക്കായി വന്ന അവസ്ഥ വരുന്നു. പ്രതീക്ഷ പോലൊന്നും നടന്നില്ല. അപ്പോൾ ഭയങ്കര നിരാശയാണ്. ഞാൻ ചെയ്യുന്നതും കരുതുന്നൊന്നും നടക്കാറില്ല, എല്ലാം പൊളിഞ്ഞു പോവുകയാണ്, അതെ, എല്ലാ പ്ലാനും തകരുകയാണ്. ചെറിയ ചില ആൾക്കാർ അസുഖവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെറിയ അസുഖം വരുമ്പോഴേക്ക് അമിതമായി ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ കാലിന് ചെറിയൊരു മുറിവായിട്ടുണ്ടാവാം, കാലിൽ നടക്കാൻ പ്രയാസം ഉണ്ടാവും, പക്ഷേ കാലില്ലാത്ത ആളുകളുണ്ടല്ലോ അല്ലേ. അതെ അതെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം, പിന്നെ എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. പുതിയൊരു വീടുണ്ടാക്കി അതിൽ ഒരു പിന്നെ മക്കളിൽ ഒരാൾക്ക് സ്വിമ്മിങ് പൂള് വരെ അതിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല. അതിന് മുമ്പ് എന്ത് ചെയ്യാണ്, ആരെ ഉദ്ദേശിച്ചാണോ ആ സ്വിമ്മിങ് പൂൾ ഉൾപ്പെടെ ആ വീടുണ്ടാക്കിയത്, ആ പിന്നെ കുട്ടി എന്ത് ചെയ്യാണ്, മരണപ്പെട്ടു പോവാണ്. എന്നിട്ടാണ് ആ വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്, അതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഈ സംഭവമായിട്ട് പരീക്ഷണം എപ്പോഴും ഉണ്ടാവാം. നമ്മൾ തവക്കുലോട് കൂടി ശരിക്കും എന്ത് ചെയ്യുക, അതിനെ നേരിടാൻ തയ്യാറാവൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. അങ്ങനെ പറ്റൂ. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, അദ്ദേഹം വീട് വെച്ചു, നല്ല അടിപൊളി വീട്. അപ്പോൾ വീട് വെച്ച് തറവാടിൻ്റെ അടുത്ത് തന്നെ വീട് വെച്ച് കഴിഞ്ഞു. ബിസിനസ് ചെയ്തു, അതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. അവസാനം വീട് വിറ്റു. വീട് വാങ്ങുന്നത് തൊട്ടടുത്ത അയൽവാസിയാണ്. തൊട്ടടുത്തുള്ള വേറൊരു അയൽവാസി വീട് വാങ്ങുന്നു. ആ വീടിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ തറവാട് വീടിൻ്റെ അടുത്ത് എല്ലാം തൊലഞ്ഞപ്പം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കൂര കെട്ടി അവിടെ താമസിക്കുകയാണ്. അതെ, തൽക്കാലം ഒരു കൂര കെട്ടി താമസിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് താൻ താമസിച്ച, തൻ്റെ മക്കളും താമസിച്ച വീടിൻ്റെ മുമ്പിലൂടെയാണ് എന്നും ഇങ്ങനെ കടന്നു പോകുന്നത്. ആ വീട്ടിൽ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ വലിയ ഗംഭീരമായ അടിപൊളിയാക്കിയിട്ടാണ് താമസിക്കുന്നത്. അതെ, തനിക്ക് വേണ്ടി താനുണ്ടാക്കിയ വീട്, ആ വീടിൽ ഇന്ന് തൊട്ട അയൽവാസിയാണ്. അന്ന് ആ വീടിൻ്റെ വീട്ടുകൂടലിന് അയൽവാസി വന്നിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ വീട്ടിലേക്ക് കിടക്കുമ്പോൾ അയൽവാസി അവർക്ക് കിടക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ മുന്നിലൂടെ നടന്നു പോകണം എല്ലാ ദിവസവും. സ്വന്തം വീടിൻ്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. പക്ഷെ ആ വീട് ഇന്ന് തൻ്റേതല്ല. ഇതൊക്കെ ശരിക്കും മറ്റാർക്കുമല്ല, നമുക്കൊക്കെ തന്നെ തിരിച്ചറിവും ഗുണപാഠവും നൽകുന്ന ഓരോരോ സംഭവങ്ങളാണ് അല്ലേ.